നമസ്കാരം. ഒടുവിൽ ചൈനക്കാരി തിരുവനന്തപുരം കണ്ടുപിടിച്ചു. ഇന്നത്തെ സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. ചീനക്കാരിയുടെ കഥ പറയുന്നതിന് മുമ്പ് അതിനേക്കാൾ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കഥ കഴിഞ്ഞിട്ടാവാം. ഏകദേശം 1261 നോട്ടിക്കൽ മൈൽ. നമുക്ക് നോട്ടിക്കൽ മൈലാണ് നമ്മുടെ ആപ്തവാക്യം. അത്ര അകലെയാണ് കേരളം തിരുവനന്തപുരം മെയിൻ കപ്പൽ പാതയിൽ നിന്ന് വിചാരിച്ചോളൂ. നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ഒരു തുറമുഖത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമോ? 1261 നോട്ടിക്കൽ മൈൽ മെയിൻ കപ്പൽ പാതയിൽ നിന്ന് നമ്മളിന്ന് 10 നോട്ടിക്കൽ മൈൽ. ഞാൻ ഏറ്റവും ഒടുവിൽ ട്രാക്ക് ചെയ്യുമ്പോൾ ഒരു കപ്പൽ പോയത് 12.6 SM മണാലി എന്ന് പറയുന്നത് തീരെ നമ്മുടെ കോസ്റ്റൽ ഷിപ്പിങ്ങിലുള്ള കപ്പലാണ്. 12.6 നോട്ടിക്കൽ മൈലിലാണ് പോകുന്നത്. ഇതേ കപ്പൽ പാതയിൽ നിന്ന് ഏകദേശം 1200 നോട്ടിക്കൽ മൈൽ അകലെയാണ് കേരളം ആയിരുന്നെങ്കിൽ നമ്മൾ എന്നെങ്കിലും ഇങ്ങനെ ഒരു ചിന്ത വെച്ചു പുലർത്തുമായിരുന്നു. നമുക്ക് ആ കഥ ഇങ്ങനെ തുടരാം. Crown Prince Sheikh Khalid bin Mohammed bin Zayed Al Nahyan inaugurates CMA Terminal's Khalifa Port, ushering in a new era for Abu Dhabi as global trade hub. അടിയുടെ സിമ്പൽ. ഇങ്ങനെയാണ് ഒരു രാജ്യത്തെ സ്നേഹിക്കുന്നവർ ചിന്തിക്കുന്നത്. ഒരു കപ്പൽ മെയിൻ കപ്പൽ പാതയിലെ ഒരു കപ്പലിനെ ഞാൻ ട്രാക്ക് ചെയ്തു. ആ കപ്പലിൻ്റെ പേര് CMA CGM നയാഗ്ര. നമ്മുടെ റെഡ് സീ എന്ന നമ്മുടെ മുമ്പിലൂടെ പോകുന്ന കപ്പൽ പാതയിലെ ഒരു കപ്പലിനെ ട്രാക്ക് ചെയ്തു. ആ കപ്പലിൽ നിന്ന് 1261 നോട്ടിക്കൽ മൈൽ അകലെയാണ് അബുദാബി എന്ന് പറഞ്ഞാൽ ഒരു പ്രധാന യൂറോപ്പ് ഏഷ്യ റൂട്ടിൽ നിന്ന് അബുദാബി എത്ര അകലെയാണ്, എവിടെ നിന്നാണ് ഡീവിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ 1261. നമ്മളായിരുന്നു അതുപോലുള്ളൊരു പ്രദേശത്തെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇനി ഭാവിയിലെങ്കിലും നമ്മൾ അങ്ങനെ ചിന്തിക്കുമോ? ഇവിടെ അങ്ങനെ ചിന്തിച്ചു എന്ന് മാത്രമല്ല, അത്ഭുതപ്പെടുത്തുന്ന കണക്കാണ് അവർ നമ്മുടെ മുമ്പിൽ നിരത്തിയിരിക്കുന്നത്. ഖലീഫ പോർട്ട് അറിയാമല്ലോ, ഇങ്ങനെ വളഞ്ഞ് ചുറ്റി അകത്തോട്ട് കയറി ദുബായും കഴിഞ്ഞ് ഷാർജ ദുബായി കഴിഞ്ഞിട്ടാണ് അബുദാബി. അത്രയും ഉള്ളിലിരിക്കുന്ന അവർ ഇപ്പം തന്നെ നമ്മുടെ MSCയുടെ ഒരു ആസ്ഥാനമാണ് അവിടെ അബുദാബി. 5 മില്യൺ ആണ് അവിടുത്തെ കപ്പാസിറ്റി. MSC അവരുടെ കപ്പാസിറ്റി 5 മില്യൺ 50 ലക്ഷം. തൊട്ടടുത്ത് കോസ്കോ എന്ന് പറഞ്ഞൊരു ടെർമിനൽ. എങ്ങനെയാണ് ടെർമിനലുകൾ പണിയേണ്ടത്, എങ്ങനെയാണ് പോർട്ടുകൾ പണിയേണ്ടതെന്ന് അബുദാബി പോലും നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. കോസ്കോ ടെർമിനൽ കോസ്കോയ്ക്കും കൊടുത്തിട്ടുണ്ട്, ചൈനയ്ക്കും കൊടുത്തിട്ടുണ്ട്. അവർ 2.5 മില്യൺ 25 ലക്ഷം. ഇക്കഴിഞ്ഞ ദിവസം CMA CGMന് കൊടുത്തു 1.8 18 ലക്ഷത്തിൻ്റെ വേറൊരു ടെർമിനൽ. കടലിൽ ബ്രേക്ക് വാട്ടർ ഉണ്ടാക്കി ടെർമിനലുകൾ വീതിച്ച് നൽകി കാശുണ്ടാക്കുകയാണ് അറബി നാട്ടിൽ. അവരെങ്ങനെയാണ് നമ്മൾ പറയേണ്ടതെന്ന് അറിയാറ്. അവരുടെ വെറും ബുദ്ധിയല്ല. അങ്ങനെയുള്ള ഒരു ലോകത്ത് 1261 പിന്നെ അവിടെ പിന്നെയും ഉണ്ട് EGA ബർത്ത്. എനിക്കത് അറിയില്ല എന്താണെന്ന്. സൗത്ത് ക്വേ ടെർമിനൽ, ഖലീഫ പോർട്ട് ലോജിസ്റ്റിക് ടെർമിനൽ. ഒരു പലതരത്തിലാണ് അവരുടെ കടലിനെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. 1200 നോട്ടിക്കൽ മൈൽ അകലെ അവർ കാണിക്കുന്ന അത്ഭുതം. ഇത്ര അധികം സാധ്യതകൾ അവർ ഈ കടലിലൂടെ ഉപയോഗപ്പെടുത്തുമ്പോൾ നമ്മുടെ മുമ്പിൽ 12 നോട്ടിക്കൽ മൈൽ അകലത്തിൽ നമ്മൾ ഇത്രയും കാലം എന്ത് ചെയ്യുകയായിരുന്നു? ഇപ്പോഴുള്ളത് പോലും ഒരു ലില്ലിപ്പൊട്ട് മാത്രമാണ്. ഇനി വരണം, ഇനി വളരണം. അപ്പോൾ ഇതൊക്കെ അതിനുള്ള അനുഭവമായിരിക്കണം, പാഠമായിരിക്കണം. അതിനുവേണ്ടിയാണ് ഈ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത്. അബുദാബിയിലെ ഈ പോർട്ട് CMA CGMന് കൊടുത്ത ഈ ടെർമിനൽ, പോർട്ടല്ല ഈ ടെർമിനൽ, ഒരു ഒന്നാം തരം വിഴിഞ്ഞമാണ്. ഏതാണ്ട് 100% ഈക്വൽ ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്
ഈ ടെർമിനലുള്ളത്. 35 വർഷത്തെ കരാറാണ് കൊടുത്തിരിക്കുന്നത്. CMAയുടെ 70% നിക്ഷേപം, അബുദാബി പോർട്സിൻ്റെ 30% നിക്ഷേപം. നമ്മുടെ നിക്ഷേപം അറിയാമല്ലോ. 1.8 മില്യൺ TU. നമുക്ക് ഓരോ മില്യൺ എന്ന് പറയുന്നു. അദാനി ഗ്രൂപ്പ് അത് 1.5 വരെ എത്തിക്കാം എന്ന് പറയുന്നുണ്ട്. ഇവർ 1.8, 18 ലക്ഷം. അത് ഇപ്പോഴുള്ളതിൻ്റെ 23% കൂടുകയാണ്. 7.5 ആണ് ഇപ്പോഴുള്ളത്. 75 ലക്ഷം ഇപ്പോൾ കപ്പാസിറ്റി ഉണ്ട്. അതിനോടൊപ്പം 1.8 കൂടി കൂട്ടുന്നു. റെഡി ഫോർ റെയിൽ കണക്ടിവിറ്റി. നമുക്കിവിടെ ഭൂഗർഭ പാതയ്ക്കെതിരെ സമരം തുടങ്ങാൻ ചിലർ ആലോചിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് പോയി കാണണം. അബുദാബിയിലുണ്ടല്ലോ, അളിയനും മച്ചമ്പിമാരും ഒക്കെ അബുദാബിയിലുണ്ടല്ലോ. ഒന്ന് വിളിച്ച് ചോദിക്കണം അവരെങ്ങനെയാണ് റെയിൽപാളവും ടെർമിനലും ഒക്കെ ഉണ്ടാക്കുന്നത്. റെഡി ഫോർ റെയിൽ കണക്ടിവിറ്റി. ഷോർ പവർ ഫോർ വെസൽസ്. വരുന്ന കപ്പലുകൾക്ക് തീരത്ത് നിന്ന് തന്നെ വൈദ്യുതി കൊടുക്കാൻ അവർ തയ്യാറാണ്. 8 STS എക്സാക്ട്ലി അടിയുടെ സിമ്പൽ നമ്മുടെ അതേ അളവാണ്. 8 STS ഉണ്ട് ക്രെയിൻ. 20 RTG. നമുക്ക് യാർഡ് ക്രെയിൻ 24 ഉണ്ട്. ക്വേ ലെങ്ത് 800 മീറ്റർ. നമ്മുടെ അതേ ക്വേ ലെങ്ത്. ഡെപ്ത് 18.5 മീറ്റർ. നമ്മുടെ കരാർ പ്രകാരം 18.4 മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അതിനേക്കാൾ കൂടുതൽ അവിടെ ഉണ്ട്. അപ്പോൾ കൃത്യമായും മറ്റൊരു വെടിഞ്ഞമാണ് അവിടെ കഴിഞ്ഞ ദിവസം CMA CGMന് ഒരു ടെർമിനൽ മാത്രമായിട്ട് അവർക്ക് കൊടുത്തു. ബാക്കിയുള്ള ടെർമിനലുകൾ വേറെ. 75 ലക്ഷം ഹാൻഡിൽ ചെയ്യുന്ന മറ്റു ടെർമിനലുകൾ വേറെ. അബുദാബിയിൽ നിന്ന് പല കപ്പലുകളും വെടിഞ്ഞത്തോട്ട് MSCയുടെ പല കപ്പലുകളും ഇതിനകം വന്നു കഴിഞ്ഞു. The CMA CGM group will also support the training of Abu Dhabi Maritime Academy students and contribute to the placement of cadets on board its flagship vessels. ഇത് മനഃപൂർവ്വം നിങ്ങളൊന്ന് പഠിക്കണം. കേരള സർക്കാർ ഇവിടെ ഏതോ വിമർശകരുണ്ട്. സെയിലിംഗ് കമ്പനിക്ക് സ്ഥിരം വിമർശകരും സർക്കാരിൻ്റെ സ്തുതിപാഠകരുമുണ്ട്. ഇവിടുത്തെ അറബി നാട്ടിലെ ചെറുപ്പക്കാരെ എങ്ങനെയാണ് വളർത്തണമെന്ന് അവർ കരാറിൽ എഴുതി വെച്ചിട്ടുണ്ട്. പഠിപ്പിക്കുന്നു. കപ്പൽ മേഖല എന്താണെന്ന് പഠിപ്പിച്ചുകൊണ്ട് ആൻഡ് കോൺട്രിബ്യൂട്ട് ടു ദ പ്ലേസ്മെന്റ് ഓഫ് കേഡറ്റ്സ്. എവിടെ? ഓൺ ബോർഡ് ഇറ്റ്സ് ഫ്ലാഗ്ഷിപ്പ് വെസൽ. CMA CGMന്റെ എത്ര 500 വെസൽ അവർക്കുണ്ട്. അത്രയും കപ്പലുകളിൽ ജോലി കൊടുക്കുന്നത് ഉൾപ്പെടെയാണ് ഈ കരാർ. ഇവിടെ ആർക്ക് എവിടെ ജോലി കൊടുക്കുന്നു? കരാറിൽ വല്ലതും ഉണ്ടോ? ഇതാണ് ഒരു രാജ്യം, ഒരു സമൂഹം എങ്ങനെ മുന്നോട്ട് പോകണം, അവർക്ക് എങ്ങനെയാണ് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ 1261 നോട്ടിക്കൽ മൈൽ അകലെ കിടക്കുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ നാട്ടുകാർക്ക് എങ്ങനെ പ്രയോജനം ചെയ്യണം എന്ന് ചിന്തിക്കുന്ന അറബ് ഭരണാധികാരികളുടെ സ്വന്തം നാടിനോടുള്ള സ്നേഹം ഈ വരികളിലുണ്ട്. ടു ദ പ്ലേസ്മെന്റ് ഓഫ് കേഡറ്റ്സ് ഓൺ ബോർഡ് ഇറ്റ്സ് ഫ്ലാഗ്ഷിപ്പ് വെസൽസ്. ഇനിയുമുണ്ട് അവരുടെ ചിന്ത. അബുദാബിക്ക് 1000-ഉം 1200 ഒന്നും ഒരു പ്രശ്നവുമല്ല. അവരുടെ ചിന്ത ഗ്ലോബൽ ലീഡർ ആവുക എന്നുള്ളതാണ്. ദ പ്രൊജക്ട്സ് റോൾ ഇൻ പൊസിഷനിങ് അബുദാബി ആൻഡ് ദ UAE ആസ് എ ലീഡിംഗ് റീജിയണൽ ആൻഡ് ഗ്ലോബൽ ഹബ് ഫോർ ട്രേഡ് ആൻഡ് ലോജിസ്റ്റിക് സർവീസസ്. അതിൽ കുറഞ്ഞൊന്നുമില്ല, കോംപ്രമൈസ് ഒന്നുമില്ല. ഗ്ലോബൽ ഹബ് ആവണം. എത്ര ഉള്ളിൽ എത്ര കപ്പലുകൾ വളഞ്ഞു തിരിഞ്ഞ് 3 ദിവസമാണ് കണക്കൂട്ടി നോക്കും. ഏകദേശം 3 ദിവസം എടുക്കും പ്രധാന കപ്പൽ പാതയിൽ നിന്ന് അബുദാബിയിലെത്തും. അതൊന്നും അവർക്ക് തടസ്സമല്ല. ഗ്ലോബൽ ഹബ് ആവണം ഫോർ ട്രേഡ് ആൻഡ് ലോജിസ്റ്റിക്സ് സർവീസസ് ആൻഡ് ഇൻ അട്രാക്റ്റിംഗ് ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ്സ്. അവർ തന്നെ ഏറ്റവും വലിയൊരു ഇൻവെസ്റ്ററാണ്. ആഗോളതലത്തിൽ അവർ തന്നെ ഇൻവെസ്റ്ററാണ്. അവർ തന്നെ നമ്മുടെ അദാനി ഗ്രൂപ്പുമായിട്ട് ചേർന്ന് പല ഇൻവെസ്റ്റ്മെന്റ്സും നടത്തുന്നുണ്ട്. ടാൻസാനിയ പോർട്ടിൽ പോലും അബുദാബി പോർട്ടിൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്. അട്രാക്റ്റിംഗ് ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഇൻ വൈറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ, ഷിപ്പിംഗ് ആൻഡ് മാരിടൈം ട്രാൻസ്പോർട്ട് സർവീസസ്. അപ്പോൾ ഉള്ളതിൽ അവർ കംപ്ലസന്റ് അല്ല, അവർ തൃപ്തരല്ല. അവർക്ക് ഇനിയും വളരണം. അതിനുവേണ്ടിയാണ് അന്തർദേശീയ ഇൻവെസ്റ്റ്മെന്റ്സ് അബുദാബിയിൽ കൊണ്ടുവരണം. അവരുടെ പോർട്ട് ഇപ്പോൾ ഓൾറെഡി MSC ഉണ്ട്, കോസ്കോ ഉണ്ട്, ഇപ്പോൾ CMA CGM ഉണ്ട്. ഇനി അവർ മേഴ്സ്കിനെയും കൊണ്ടുവരും. അത് കഴിഞ്ഞ് എവർഗ്രീനെ കൊണ്ടുവരും. അത് കഴിഞ്ഞ് വാൻഹായിയെ കൊണ്ടുവരും. അങ്ങനെയുള്ള എല്ലാ കപ്പൽ ഓപ്പറേറ്റർമാരെയും അവർ കൊണ്ടുവന്ന് എന്തിനാണ്? അവർക്ക് ഗ്ലോബൽ ഹബ്ബാക്കി മാറ്റണം. അവർ റീജിയണൽ ഹബ്ബാണ്. ആ പ്രദേശത്തെ ഗൾഫ് മേഖലയിലെ ഒരു പ്രധാന പോർട്ടായിരിക്കുമ്പോൾ തന്നെ അതോടൊപ്പം അവർക്ക് ഗ്ലോബൽ ഹബ്ബാകണം. 1261 നോട്ടിക്കൽ മൈൽ അകലെ. അതാണ് രാജ്യത്തെ സ്നേഹിക്കുന്ന ഭരണാധികാരികളുടെ ചിന്തയും സ്വപ്നങ്ങളും. തുറമുഖ
തുറമുഖം പ്രവർത്തനം തുടങ്ങുമ്പോൾ ഗേറ്റ് തുറക്കാൻ സമയമായി വരുന്നു. ചരക്ക് കയറ്റുമതി ചെയ്യുന്നതിനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചു തുടങ്ങിയോ? സെലിംഗപ്പന്റെ ഒരു സുഹൃത്ത് ചൈനയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. മിക്കവാറും അദ്ദേഹത്തിന്റെ കണ്ടെയ്നർ ആയിരിക്കും ഇമ്പോർട്ട് ചെയ്യപ്പെടുന്നതിൽ ആദ്യത്തേത്. ഇവിടെ ഇറങ്ങുന്ന തിരുവനന്തപുരത്ത് ഇറങ്ങുന്ന ഒരു കസ്റ്റമർ, ഒരു വ്യാപാരി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ കണ്ടെയ്നർ ഒരുപക്ഷെ ആദ്യമായിട്ട് ഇവിടെ എത്തും. അദ്ദേഹം ചൈനയിലുള്ള അവരുടെ പേര് ഹെലൻ ആണെന്ന് തോന്നുന്നു. ഹെലൻ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ഇവിടെ എത്താൻ എത്ര ദിവസം എടുക്കും, റേറ്റ്സ് എത്രയാണ് എന്നൊക്കെയുള്ള ചോദ്യത്തിന് അവർ ചെന്നൈ ആണ് അവർക്കറിയാവുന്ന പോർട്ട്. ഏറ്റവും അടുത്തുള്ളത് സൗത്ത് ഇന്ത്യയിൽ ചെന്നൈയാണ്. അപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞ് ചെന്നൈ അല്ല, ഇവിടെ പുതിയ പോർട്ടുണ്ട്, ട്രിവാൻഡ്രം പോർട്ടുണ്ട്, അങ്ങോട്ട് അയക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ നോക്കുമ്പോൾ സർക്കാരിന് മറ്റൊരു അടി കിട്ടുകയാണ്. അവർ നോക്കുന്നത് വിഴിഞ്ഞം പോർട്ടല്ല, തിരുവനന്തപുരം പോർട്ടാണ്. ഇന്ത്യയിൽ തിരുവനന്തപുരം പോർട്ട് എവിടെയാണെന്ന് ചൈനക്കാരി അന്വേഷിക്കുന്നു. അപ്പോഴും കേരളത്തിലെ ഭരണാധികാരികൾക്ക് ട്രിവാൻഡ്രം പോർട്ട് എന്ന് പറയാൻ ഇപ്പോഴും വലിയ മടിയാണ്. കാരണം എന്താണ്, ഇത് തലസ്ഥാനം ബ്രാൻഡ് ചെയ്യുന്നത് പലർക്കും അനിഷ്ടമാണല്ലോ. തലസ്ഥാനത്തെ ഒരു കാരണവശാലും ബ്രാൻഡ് ചെയ്യാൻ പാടില്ല. പലരുടെയും ഇരിപ്പിടങ്ങൾ ഇളകും. അതുകൊണ്ട് നമ്മളിപ്പോഴും ഗ്രാമത്തിന്റെ പേരിൽ തന്നെ പോർട്ട് അറിയപ്പെടണമെന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ ചൈനക്കാരിക്ക് അങ്ങനെയല്ല. ചൈനക്കാരിക്ക് അവിടെ ഇരുന്നു കൊണ്ട് അവർ തിരുവനന്തപുരം പോർട്ടാണ് അന്വേഷിക്കുന്നത്. അങ്ങനെ അവർ മാർക്ക് ചെയ്ത് പടം വരെ അയച്ചു കൊടുത്തു കഴിഞ്ഞു. നിങ്ങൾ ഈ തലസ്ഥാനത്തെ താഴ്ത്തിക്കെട്ടാൻ എത്ര ശ്രമിച്ചാലും ഞങ്ങൾ വീണ്ടും വീണ്ടും ഉയർന്നു വന്നുകൊണ്ടേയിരിക്കും. ട്രിവാൻഡ്രം പോർട്ടും ട്രിവാൻഡ്രം ഷിപ്പ്യാർഡും അതുപോലെ ട്രിവാൻഡ്രം മെട്രോയും ട്രിവാൻഡ്രം കോടതിയും സുപ്രീം കോടതി ബെഞ്ച് ഞങ്ങൾ ഇവിടെ കൊണ്ടുവരും. അങ്ങനെ ഈ തലസ്ഥാനത്തെ ഞങ്ങൾ ഒരു വേൾഡ് ക്ലാസ് നഗരമായി ഏറ്റവും പാവപ്പെട്ട ജനങ്ങൾക്കും മാന്യമായി ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഞങ്ങൾ ഈ നാട്ടിൽ ഉണ്ടാക്കും. ഞങ്ങൾക്ക് ഭരണകൂടത്തിന്റെ സപ്പോർട്ട് വേണം, പക്ഷെ തന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ നിരാശരല്ല. ഞങ്ങൾ ഞങ്ങളുടെ മുദ്രാവാക്യങ്ങളുമായി എട്ടില്ലെങ്കിൽ വോട്ടില്ല തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. സൈനിങ് ഓഫ്, ഏലിയാസ് ജോൺ.